ബിസിനസ് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ഒരു വളർച്ചയായിരുന്നു ജെൻസൺ ഹുവാങ് സ്റ്റോറി. അംബാനി, അദാനി, ടാറ്റ എന്നിവരെക്കാൾ ആസ്തി, വെറും ഹോട്ടൽ വെയിറ്ററിൽ നിന്ന് ലോക കോടീശ്വരനിലേക്ക് ഉയർന്ന അതുല്യ പ്രതിഭ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കോടീശ്വരൻ. നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരുകളിലൊന്നാണ് ജെൻസൺ ഹുവാങ്. കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ജെൻസൺ ഹുവാങ്. വെറും ഒരു ഹോട്ടൽ വെയിറ്ററിൽ നിന്ന് ലോക കോടീശ്വര പട്ടികയിൽ മുൻനിര പോരാളിയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. പറഞ്ഞു വരുന്നത് ലോക പ്രശസ്ത കമ്പനിയായ NVIDIAയുടെ CEO, സ്ഥാപകനെ പറ്റിയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബാക്കി കേൾക്കാം. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ പൊതുവ്യാപാര കമ്പനിയാണ് ഇന്ന് NVIDIA. ആഗോള ലോക കോടീശ്വര പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ഇന്ന് ജെൻസൺ ഹുവാങ്. ഓഹരി വിപണിയിലെ മുന്നേറ്റത്തെ തുടർന്ന് വിരലിൽ എണ്ണാവുന്ന ദിനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി $4 ബില്യൺ വർദ്ധിച്ചത്. ഫോബ്സിൻ്റെ തത്സമയ കോടീശ്വര പട്ടികയിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന റാങ്കിലാണ് നിലവിൽ ഹുവാങ്. 118.7 ബില്യൺ നിലവിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി. പറഞ്ഞു വരുമ്പോൾ ഏഷ്യൻ സമ്പന്നനും ഇന്ത്യൻ ബിസിനസ് പ്രമുഖനുമായ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയേക്കാൾ ആസ്തി ഇദ്ദേഹത്തിനുണ്ട്. 12ാം സ്ഥാനത്തുള്ള അംബാനിയുടെ ആസ്തി $114.9 ബില്യൺ അപ്പോൾ പിന്നെ ഗൗതം അദാനി, രത്തൻ ടാറ്റ എന്നിവരെക്കാളും സമ്പത്തിൻ്റെ കാര്യത്തിൽ കേമനാണ് ജെൻസൺ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. 19ാം സ്ഥാനത്തുള്ള അദാനിയുടെ ആസ്തി $85 ബില്യൺ ഇക്കഴിഞ്ഞ ദിവസത്തെ കുതിപ്പോടെ ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് NVIDIA ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ പൊതുവ്യാപാര കമ്പനിയായി മാറിയിരുന്നു. നിലവിൽ NVIDIAയുടെ വിപണി മൂല്യം ഏകദേശം $3.3 ട്രില്യൺ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല എന്നിവയുടെ പ്രതിദിന ശരാശരി വിറ്റുവരവ് $10 ബില്യൺ ആണെങ്കിൽ NVIDIAയുടെ ശരാശരി പ്രതിദിന വിറ്റുവരവ് $50 ബില്യൺ ആണ്. വാൾസ്ട്രീറ്റിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന കമ്പനിയായി ഇത് മാറി. S&P 500 കമ്പനികളിൽ എല്ലാ വ്യാപാരത്തിൻ്റെയും ഏകദേശം 16% ഇപ്പോൾ NVIDIAയാണ്. 1963 തായ്വാനിലെ ടൈനാനിലാണ് ജെൻസൺ ഹുവാങ് ജനിച്ചത്. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം തായ്ലൻഡിലേക്ക് താമസം മാറുകയും 9ാം വയസ്സിൽ അദ്ദേഹത്തെയും സഹോദരനെയും വാഷിംഗ്ടണിലെ ടക്കോമയിൽ താമസിച്ചിരുന്ന അമ്മാവിൻ്റെ അടുത്തേക്ക് അയച്ചു. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നെന്ന് പറയാം. കെൻഡക്കിയിലെ ഒനീഡയിലുള്ള ഒനീഡ എലിമെൻ്ററി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് പോർട്ട്ലാൻഡിനടുത്തുള്ള അലോഹ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടി. ചെറുപ്പകാലത്ത് പഠനത്തോടൊപ്പം ഹുവാങ് ഡെന്നിയുടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായി അദ്ദേഹം ജോലി നോക്കിയിരുന്നു. 1993 അദ്ദേഹം NVIDIA സാമ്രാജ്യത്തിന് തുടക്കമിട്ടത്. സുഹൃത്തുക്കളായ ക്രിസ്, കർട്ടിസ് എന്നിവർക്കൊപ്പമായിരുന്നു ഈ പുതുതുടക്കം. 2007 ആയപ്പോഴേക്കും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന CEOമാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടു. ഫോബ്സ് CEO ലിസ്റ്റിൽ 61ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. അന്ന് ഏകദേശം $24.6 മില്യൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.